രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മസാല ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവാള ഇട്ട് വഴറ്റിയിട്ടുണ്ട്. അത് ഇച്ചിരി ഒന്ന് വഴന്ന് വന്നുകൊണ്ടേ കുറച്ച് വെജിറ്റബിൾസ്, ഞാനിവിടെ ഇപ്പം കുറച്ച് കാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ യൂസ് ചെയ്യുമോ അതെല്ലാം എടുക്കാം. ഇതിലേക്ക് ഇച്ചിരി ഉപ്പുകൂടി ഇട്ടിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ വിതറിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ടൊമാറ്റോ സോസ്, അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. അപ്പോൾ മസാലയ്ക്ക് ഒന്ന് ലൂസ് ആവാൻ വേണ്ടി ഞാൻ കുറച്ച് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ചപ്പാത്തി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് തീ വേണമെങ്കിൽ ഓഫാക്കാം. എന്നിട്ട് അത് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കണം. ആദ്യം അതൊന്ന് സോഫ്റ്റായി വരും. എന്നിട്ട് 2 സ്പൂണുകൾ വെച്ച് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ മസാല ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് മുട്ട പുഴുങ്ങാനായിട്ട് ഇച്ചിരി ഉപ്പിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 കറിവേപ്പില, ഒരു 3 സവാള, ഒരു വലിയ ഉരുളൻകിഴങ്ങ്, ഒരു വലിയ ടൊമാറ്റോ ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് ഇത്തിരി ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ അകത്തെ ഉരുളൻകിഴങ്ങിലെ സവാളയുടെയൊക്കെ വെള്ളം ഇറങ്ങി അതൊന്ന് വെന്ത് കിട്ടും. ഇപ്പം ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇച്ചിരി പൊടികൾ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ ഗരം മസാലയും മല്ലിപ്പൊടി ഇടുന്നത് എൻ്റെ കയ്യിൽ നിന്ന് കട്ടായിപ്പോയി. തീ കുറച്ചിട്ട് ഈ പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. കുറച്ച് നേരം ഞാൻ ഇതിങ്ങനെ അടച്ചു വെച്ചു. എന്നിട്ട് നോക്കിയാണ് അതിൻ്റെ പച്ചമണമൊക്കെ പോയി നല്ലൊരു മസാലയുടെ മണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്രയും വെള്ളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിൽ നിന്ന് ഉരുളൻകിഴങ്ങ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉടച്ചെടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്, ഈ മസാലകളുടെയൊക്കെ ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാൻ അടച്ച് വെച്ച് കുറച്ച് നേരം തിളച്ച് ഇതൊക്കെ ഒന്ന് വറ്റി ഇച്ചിരി ഒന്നും കൂടെ ഒന്ന് അരപ്പൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുട്ടയും കൂടെ പറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പം ചപ്പാത്തിയുടെ കൂടെ സെർവ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.